നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോനെ ദേ അച്ഛൻ വന്നു. ആ ഇന്ദ്രേട്ടാ മോനെ വാടാ വാ. ഞാൻ വിചാരിച്ചു വരില്ല എന്ന്. ഞാൻ വാക്ക് പറഞ്ഞല്ലേ. അമ്മയും പാനുവും എന്താ ഇവിടെ മാറിയിരിക്കുന്നേ? അവിടെയല്ലേ ചടങ്ങ് നടക്കുന്നേ? എന്നെ ആരും അങ്ങോട്ട് വിളിച്ചില്ല ഇന്ദ്ര. ഞാനെന്തോ ക്ഷണിക്കാത്ത ചടങ്ങിന് വലിഞ്ഞു കയറി വന്നവളെ പോലെയാ എല്ലാവരുടെയും പെരുമാറ്റം. അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. നമ്മളൊരു ചടങ്ങിന് വന്നാ ആരെങ്കിലും വിളിക്കാൻ കാത്തിരിക്കണോ അമ്മേ? അമ്മ വാ, മുഹൂർത്തത്തിന് സമയമായി. രണ്ടുപേരും വാ. വാ പാനുവമ്മേ വാ. മടിച്ചു നിൽക്കാതെ വാ സുശീലേ, ചടങ്ങിന് നേരമായി. നീ ഇങ്ങോട്ട് വന്നേ. വാ ഇങ്ങോട്ട് വാ. ചേച്ചി, അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ. രഘുവേട്ടൻ വിളിക്കുന്നുണ്ടാനും. ആ, മുഹൂർത്തം ആരംഭിച്ചു. മുഹൂർത്തത്തിന്റെ ആദ്യ ഭാഗത്തിൽ തന്നെ കർമ്മം നടത്തുന്നതാണ് ഉത്തമം. അല്ല, മാഷ് ഇതുവരെ വന്നില്ലല്ലോ. ഈ അച്ഛൻ ഇതെവിടെ പോയിരിക്ക? അച്ഛനിപ്പ വരുന്നതേ. എന്റെ മോന്റെ ചടങ്ങിന് വന്നിട്ട് അച്ഛൻ വേറെ കാര്യത്തിന് പോയതെന്താ? കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ടിരിക്കേ. ശബരിയേട്ടൻ വാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ? മുഹൂർത്തം തെറ്റിക്കാൻ പറ്റില്ല. ശബരി ഇരിക്കേ. ചെല്ലടാ, ഇരിക്കേ. കുഞ്ഞിനെ അച്ഛന്റെ മടിയിരുത്തിക്കും. ആദ്യം അച്ഛൻ 3 തവണ കുഞ്ഞിന് ചോറൂൺ പ്രസാദം നൽകണം. അത് കഴിഞ്ഞ് അമ്മ. പിന്നെ ബന്ധത്തിൽപ്പെട്ട മുതിർന്നവർക്കെല്ലാം കുഞ്ഞിന്റെ നാവിൽ മധുരം തൊട്ടു കൊടുക്കാം. മോന്റെ മുത്തശ്ശൻ വരാനുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പൂജ കഴിഞ്ഞാ പിന്നെ ചടങ്ങിന് കാത്തു നിൽക്കുന്നത് നല്ല ലക്ഷണമാണോ തിരുമേനി? ശബരി, മാഷെന്ത് പറഞ്ഞു? ചടങ്ങ് തുടങ്ങിക്കോളാൻ അമ്മാവൻ പറഞ്ഞ. അവര് ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കുക. ബെസ്റ്റ്, നല്ല ലക്ഷണം.